പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾ എന്റെ അടുത്ത് കാണിക്കുന്ന അതുകൊണ്ട് കുഞ്ഞു പോയി ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ് ഒരാളുടെ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾ സത്യസന്ധത അത് കാണിക്കില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്നോട് വന്നിട്ടുള്ളത്? ഞാൻ അതല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബൌട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്ക് അത് ഇഷ്ടമല്ല എന്നേ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ സേഫ്റ്റി നോക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എനിക്കറിയാം, ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളാഹ്. എന്തൊക്കെയാണ് ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ. സജിന, ഫിറോസ്, അതോടൊപ്പം തന്നെ റസൂൽ പൂക്കുറ്റി, ഈ വിഷയം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വല്ലാത്ത തരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സജിന ഇടയ്ക്ക് വന്ന് ലൈവിൽ ഫിറോസിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങളൊക്കെ തന്നെ വെട്ടി തുറന്ന് പറഞ്ഞു, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഫിറോസ് കുറച്ച് നാളായിട്ട് എന്താ പറയാ, ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണെന്ന് തോന്നുന്നത് ഫിറോസ് ആ വീഡിയോസൊക്കെ ഒരുപാട്, അതായത് കുറെ ലെങ്തുള്ള 3 വീഡിയോസ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്ത്. അത് സജിനയ്ക്കെതിരെ പക്ക തെളിവുകളുമായിട്ട് വന്നിട്ട് ഫിറോസ് ഇട്ട വീഡിയോ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി. കാരണം അമ്മാതിരി തെളിവുകളോടുകൂടി, ഇത്രയധികം തെളിവുകളും കൈവച്ചിട്ടാണോ ഇങ്ങേര് പാടച്ച് മിണ്ടാതിരുന്നത് എന്ന് ചിന്തിച്ചു പോയി. കാരണം അങ്ങേയറ്റം എന്തൊക്കെയാണോ തൊട്ട് ഇസെട്ട് വരെയുള്ള കാര്യങ്ങൾ ഒരു 3 വീഡിയോ ആക്കിയിട്ട് പുള്ളിക്കാരൻ പുറത്തു വിട്ടിരിക്കുകയാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. എന്താണപ്പോ ഇതിൽ ആരെ ഇത് ഈ പറയുന്ന രീതിയിൽ വിശ്വസിക്കണം? ശരിക്കും പറഞ്ഞാൽ സജിന ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ലൈവിലൊക്കെ വന്ന് കിടന്ന് കരഞ്ഞ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞത് ഫേക്കായിരുന്നോ? അതൊക്കെ ഉഡായിപ്പായിരുന്നോ? ഫിറോസ് ഈ പറഞ്ഞതും ഈ തെളിവുകളും ഒക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ സജിനയ്ക്ക് അങ്ങേയറ്റം തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് തെളിവുകളായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സജിനയുടെ ഓഡിയോ ക്ലിപ്പുകൾ, അതോടൊപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ, റസൂൽ പൂക്കുറ്റിയുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഫിറോസ് കുറേയധികം, കാരണം കുറെ നാളുകൾ കൊണ്ട് ഫിറോസ് ശേഖരിച്ച തെളിവുകളാണ് ഒറ്റയടിക്ക് ഫിറോസ് 3 വീഡിയോകളാക്കി പുറത്തു വിട്ടത്. ഇത് സജിന പോലും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സജിനയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടെ അന്താളിച്ചു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. ഇതിപ്പോ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞത്. കാരണം റസൂൽ പൂക്കുറ്റി, സജിന ഒക്കെ തന്നെ ആ ഒരു തരത്തിൽ ഫിറോസിനെ കൊടുക്കാനായിട്ട് നോക്കിയതാണോ? അപ്പോ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് സജിന വീണ്ടും ലൈവിൽ വരുമെന്ന് അറിയാം. കാരണം ഇത്രയധികം തെളിവുകളോടുകൂടിയൊക്കെ ഫിറോസ് ഓരോ കാര്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ ഇനി എന്താണ് സജിനയ്ക്ക് ഇതിനു മീതെ പറയാനുള്ളത് അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇനിയും സജിനയ്ക്ക് എന്താണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ന്യായീകരിച്ചുകൊണ്ട് ശരിയാക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും വിഷയം ഗൗരവകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ സജിനയ്ക്ക് അത്രത്തോളം ഈസി അല്ല. കാരണം സജിനയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പിടിവള്ളി വിട്ടുപോയി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കാരണം അമ്മാതിരിയുള്ള തെളിവുകളാണ് ഫിറോസ് പുറത്ത് വിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടുന്നു. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിന്റെ സാധനം എടുത്ത് എന്തെങ്കിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാം. പിടിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബലമായിട്ട് ഇതിന്റെ ഉമ്മ പറഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ നിങ്ങൾ പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിന്റെ കാര്യം പറയട്ടെ. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തേന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ശരിയാണെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സജിന, റസൂൽ പൂക്കുറ്റി ഇവർ രണ്ടും പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് അത്രത്തോളം കാര്യങ്ങളാണ് ഫിറോസ് തെളിവുകളോടുകൂടി ആ ഒരു വീഡിയോസിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ തോതിൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന സജിന, റസൂൽ പൂക്കുറ്റിയൊക്കെ തന്നെ ആ ഒരു തരത്തിൽ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. സംഭവം എന്തായാലും സാധാ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറെ അധികമൊക്കെ തന്നെ സജിന തന്റെ ഭാഗം ന്യായീകരിക്കാനൊക്കെ തന്നെ പല രീതിയിൽ ശ്രമിച്ചതാണ്. തന്റെ ഫോൺ വരെ ഹാങ് ആയി പോയി എന്ന് പറഞ്ഞു. അതായത് റസൂൽ പൂക്കുറ്റിയുമൊത്തുള്ള ആ ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ട് പ്രഗ്നന്റ് ആണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള ഒരു ഫോട്ടോ തന്റെ പേജിലൂടെ, ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ആ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ആക്കി. എന്നിട്ട് അത് പിന്നെ സജിന വന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന രീതിയിൽ എന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു എന്നുള്ള തരത്തിൽ പറയുന്നു. പിന്നെ ആ അക്കൗണ്ട് തിരിച്ചു കിട്ടി, അത് ഞാനല്ല പോസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സജിന പിന്നെ വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫിറോസിന്റെ ഈ ഒരു തെളിവുകളോട് കൂടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്, എന്താണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ
ഇതിനെല്ലാത്തിനും പിന്നിൽ കളിച്ചത് സജിനെ ആയിരുന്നോ ശരിക്കും പറഞ്ഞാൽ? സജിനയുടെ ഭാഗത്തായിരുന്നു അപ്പോൾ 100% തെറ്റെന്ന് പറയുന്നത്? ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും ഫിറോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല, മൊത്തത്തിൽ സജിനിക്ക് എഗെയിൻസ്റ്റ് ആവുന്ന തരത്തിലോട്ടേ കാര്യങ്ങൾ മാറത്തുള്ളൂ എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വെറുതെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതല്ല, തെളിവുകളാണ് അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. അത്രത്തോളം തെളിവുകളോടെയാണ് ഫിറോസ് ഓരോ കാര്യങ്ങൾ, അതും കൃത്യമായിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള കാര്യങ്ങൾ, നേരിട്ട് പോയി വീഡിയോ പകർത്തിയ കാര്യങ്ങൾ ഒക്കെ തന്നെയും ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വിടുക എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഫിറോസ്, സജിന, റസൂൽ പൂക്കുറ്റി ഈ വിഷയത്തിൽ ഫിറോസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഈ ഒരു വീഡിയോ ഫിറോസ് പുറത്തുവിട്ടതോടുകൂടി തന്നെ അത് മാറി ഇപ്പോൾ സജിനയ്ക്കും റസൂൽ പൂക്കുറ്റിക്കുമാണ് എല്ലാ അർത്ഥത്തിലുള്ള കുടുക്ക്, അല്ലെങ്കിൽ ആ ഒരു വല ഇപ്പോൾ ഫിറോസ് വിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നാലും സംഭവം അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷയം തന്നെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിൽ ഇനിയിപ്പോ സജിനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, സജിനയ്ക്ക് ഇനി ഇതിന് എന്തെങ്കിലും ന്യായീകരിച്ച് പറയാനുണ്ടോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. കാരണം ഇതിന് ഇനി പ്രത്യേകിച്ച് ന്യായീകരിക്കാനൊന്നും ഇല്ല, അത്രത്തോളം തെളിവുകളോടുകൂടിയാണ് ഫിറോസ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഫിറോസിന്റെ ഭാഗം ഫിറോസ് ക്ലിയർ ആക്കിയിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം ജനങ്ങളെ ഈ ഒരു നിമിഷം വിശ്വസിപ്പിക്കാനായിട്ട് ഫിറോസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ സജിനയ്ക്കും അതോടൊപ്പം തന്നെ റസൂൽ പൂക്കുറ്റിക്കും 16ന്റെ പണിയാണ് ഇതിലൂടെ ഫിറോസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ചെറിയ കാര്യങ്ങളൊന്നും അല്ലടേ നടന്നിരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പല കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് വിളിച്ച് പറയുന്നതെന്ന് പറയുന്നത്, അതും തെളിവുകൾ ഓരോന്നായിട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും സംഭവവികാസം നമ്മൾ പ്രതീക്ഷയിലും ഒക്കെ തന്നെ അപ്പുറമാണ്. ഒരറ്റത്ത് തൊപ്പി ഗ്യാങ്ങുമായിട്ടുള്ള വിഷയം, മറ്റൊരറ്റത്ത് സജിന, ഫിറോസ്, റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതെന്ന് പറയുന്നത്? അയ്യോ, ഒന്നും പറയാനില്ല. ഇനി അടുത്ത എന്താണ്, ഇനി സജിനയുടെ ഒരു റിപ്ലൈ ഇനി ഇതിന് ഉണ്ടാകുമോ, അതോ ഇതോടുകൂടി സജിന എല്ലാം മതിയാക്കിയോ എന്നുള്ളത്, ന്യായീകരിക്കുന്നത് മതിയാക്കിയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.